ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. ലഹരി ഒരു മഹാമാരിയായിക്കൊണ്ട് മനുഷ്യ സമൂഹത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന സമകാലിക സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ സ്വകാര്യമായി ഇത് വിൽക്കുകയും അത് കണ്ടവൻ്റെ മക്കൾ വാങ്ങിക്കഴിച്ച് ഭ്രാന്താവുകയും ചെയ്ത് കുടുംബം കുളം തോണ്ടിയ എത്രയോ ആളുകൾ നമ്മൾ കാണാൻ സാധിക്കും. എങ്ങനെ ഈ ചെക്കൻ ഈ പെട്ട് നമ്മൾ ആലോചിക്കല്. അത്രക്ക് മുന്തിയ ഉമ്മയും ഉപ്പയും നമസ്കാരവും നോമ്പും കാര്യങ്ങളും ഒക്കെയുള്ള നല്ല ഒന്നാം നമ്പർ തറവാട്ട് പറഞ്ഞ മക്കൾ എങ്ങനെ ഇവന് പെട്ടു? അള്ളാഹ് നമ്മളെ മക്കളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അപ്പം ഇതിൻ്റെ കച്ചവടം ഇന്നലെ പിടിച്ചത് 18 കോടിയാണ്. ഒരു ദമ്പതിമാരിൽ നിന്ന് പിടിച്ചത് 18 കോടി. ഇന്ന് 750 ഗ്രാമാണ് കുണ്ടോട്ടി പോലീസ് പിടിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കണം? നമ്മൾ മഹല്ലുകൾ തോറും, നമ്മെ സംബന്ധിച്ച് നമ്മൾ ഒരു ബസാറുമായി ബന്ധപ്പെട്ട ഒരു പള്ളിയാണ്. മഹല്ലുകൾ തോറും ഇതിനെതിരിൽ ശക്തമായ ബോധവൽക്കരണം നടത്തുക. ഭയന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനത്തോൻ്റെ പുരക്ക് ചെന്ന് ഓനെ കണ്ട് സംസാരിച്ച് ഇതിൻ്റെ വിപത്ത് ബോധ്യപ്പെടുത്തണം. പലരും മടങ്ങുന്നുണ്ട്. പലരും പറയുന്നത് ഞാൻ പെട്ടുപോയി, ഞാനതിൽ പെട്ടുപോയി. ഞാൻ ചോദിക്കട്ടെ, ഇത്തരം മക്കളെ കൊണ്ട് മരിച്ചുപോയ മാതാപിതാക്കളില്ല നമ്മുടെ കേരളത്തിൽ? ബൈക്ക് വാങ്ങിത്തരണം. എടോ, ബൈക്ക് വാങ്ങാൻ പൈസ അല്ല. രണ്ടാമത്തെ വരവിൽ ഓൻ വരുന്നത് ഒരു മഴുവായിട്ടാണ്. ബൈക്കില്ലേ എന്നാൽ നിങ്ങളും വേണ്ട, കാരണം തലയിൽ മറ്റേതാണ്. തമാശല്ല, വലിയ അപകട. ഇവിടെ ഒറ്റ സംഗതി മനസ്സിലാക്കിയാൽ മതി. നമ്മൾ റസൂലുള്ളാഹിന്റെ ഹദീസ് ഒരൊറ്റ 2 ലഫ്ള്, കുല്ലു മുസ്കിരിൻ ഖംറുൻ. ഇതെങ്ങാനും ഈ ലോകം, ഈ ജനങ്ങൾ മദ്യം വ്യവസായമായി രാജ്യത്തിൻ്റെ വരുമാനമായ രാജ്യമുണ്ട് ലോകത്ത്. നിങ്ങൾക്കറിയോ? മദ്യക്കച്ചവടം അവിടെ ഇക്തിസാദിയത്തെ, എക്കണോമിക്കൽ, സാമ്പത്തിക വ്യവസ്ഥിതി കൈയാളുന്ന രാജ്യമുണ്ട് ലോകത്ത്. നമ്മുടെ രാജ്യമല്ല. ആ ഒരു രാജ്യത്തെ നമ്മൾ ജീവിക്കുന്നത്. അതായത് ഈ കമ്മ്യൂണിക്കേഷനുകളും അതേ പ്രകാരം തന്നെ കടത്തു മാധ്യമങ്ങളും ഒക്കെ അധികരിച്ചപ്പോൾ പലരും ഇതിന്റെ കാരിയർമാരായി. ഒരു പക്ഷെ അവൻ ഉപയോഗിക്കില്ല, ഒരാഴ്ച കച്ചവടം ചെയ്താവും കോടീശ്വരനായി. പക്ഷേ 1 കോടി ജനങ്ങളെയാണ് അവൻ ഈ നാശത്തിലേക്ക് തള്ളിവിടുന്നത്. അതുകൊണ്ട് ഗൗരവമായ കാര്യമാണ്. കാരണം കുല്ലു മുസ്കിരിൻ ഖംറുൻ, എല്ലാ ലഹരിയും മദ്യമാണ്. കണ്ട, മുസ്കിർ, സക്ർ, ലഹരി, എല്ലാ ലഹരിയും മദ്യമാണ്. ഖംർ എന്ന വാക്കിന് അർത്ഥം കള്ള് എന്ന് മലയാളത്തിൽ പറയും. ഖംർ എന്ന മാ ഖാമറൽ അഖ്ൽന, ബുദ്ധിയെ തകരാറാക്കുന്നത്. അത് വീര്യം കുറഞ്ഞാലും വീര്യം കൂടിയാലും. കാരണം എന്താ? റസൂൽ പറഞ്ഞ എന്താ? മാ അസ്കറ കസീറുഹു വഖലീലുഹു ഹറാം. അധികം കുടിച്ചാൽ മസ്താകുന്നത്, കുറച്ച് കുടിക്കുന്നതും ഹറാമാണ്. ഇതിലൂടെ വ്യക്തിജീവിതം, കുടുംബജീവിതം, സാമൂഹ്യ പശ്ചാത്തലം, ധനം, മാന്യത, ആരോഗ്യം എല്ലാത്തിനും കേടാണ്. എല്ലാത്തിനും. അതായത് ഇത് കിട്ടാതെ നിവർന്നു നിൽക്കാൻ കഴിയാതെ ബെറബറക്കുന്ന ആളുകളെ കാണാൻ കഴിയും. പല സ്ഥലത്തും ചില ആളുകളെ കാണുമ്പോൾ അവരടുത്ത് കൂടെ പോവാൻ നമുക്ക് പേടിയെന്ന്. കാരണം എന്താ? മുമ്പ് കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ ഷാപ്പുകളിലോ അതല്ലെങ്കിൽ ഇത് വാറ്റുന്ന സ്ഥലത്തു നിന്നൊക്കെ ഇരുന്ന് കുടിച്ചിങ്ങനെ എന്തെങ്കിലും ഉപന്യാസം പറഞ്ഞ് പോയി കടന്നുറങ്ങലാന്ന്. ഇപ്പം അതല്ല. ഇത് മനുഷ്യന്റെ നേരിക്കിടക്കുകയാണ്. ഇതെന്താണ് ഇതിന്റെ പര്യവസാനമെന്ന് അല്ലാഹു അഅലം. അതുകൊണ്ട് ഗവൺമെന്റുമായി പരിപൂർണമായി നമ്മൾ സഹകരിക്കുക. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീക്കോ ഒരു പാർട്ടിക്കോ ഒരു ജനവിഭാഗത്തിനോ വേണ്ടിയല്ല, മുഴുവൻ മനുഷ്യർക്കും വേണ്ടി. കാരണം ഇതിൽ ജാതിയില്ല, മതമില്ല. മുഴുവൻ ആളുകളും ഇതിന്റെ അബദ്ധത്തിൽ പെട്ടുപോയിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മക്കളിൽ പലരും അതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ അതിന് വേണ്ട റീഡിക്ഷൻ സെന്ററുകളിൽ കൊണ്ടുപോയി ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തയ്യാറാവാതെ എൻ്റെ മോനല്ലേ,
ഓന് കുഴപ്പമില്ല, ഓൻ നല്ലോനാന്ന് എന്ന് പറഞ്ഞ് നമ്മൾ വിട്ടാൽ ഒരു പക്ഷേ നമ്മുടെ അന്ത്യം അവന്റെ കരങ്ങളിലൂടെയായിരിക്കും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. പറയാൻ കഴിയില്ല, അറിയാൻ കഴിയില്ല. എത്ര സംഭവങ്ങൾ. ഇതിന്റെ ക്ലാസ് എടുക്കാൻ വരുന്ന ആളുകൾ പലപ്പോഴും നമ്മളൊക്കെ വിളിക്കലുണ്ട്. നമ്മൾ ക്ലാസ് കേൾക്കാനാ പോവല്. അവര് പറയുന്ന ചില കുടുംബത്തിന്റെ അവസ്ഥയൊക്കെ ദുരന്തം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. 1-ാം നമ്പർ ഉപ്പ, 5 വഖത്തും ഖുർആൻ നിലത്ത് വെക്കാതെ ഓതുന്ന ഉമ്മ. ആ ഉമ്മയുടെ മകൻ ഒരു സുപ്രഭാതത്തിൽ ഇതിന്റെ അഡിക്റ്റായിക്കൊണ്ട് ഇതിന് വാസനയില്ല. സാധാ മദ്യമാണെങ്കിൽ വാസനിക്കുമല്ലോ. അതേ പ്രകാരം തന്നെ ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സാധനം നമുക്കറിയില്ല. പേര് മറ്റേ MDMA എന്നൊക്കെ പറയും. അല്ലാഹു അലം. നാളെ നമുക്ക് കാണുകയും വേണ്ട. എന്നിട്ടിത് തലക്ക് തകരാറായി ഇങ്ങോട്ട് ഒരു മൂലക്ക് ഇരിക്കുക. അതിന്റെ ടൈം കഴിഞ്ഞാൽ പിന്നെയും കിട്ടിയിട്ടില്ലെങ്കിൽ ഇവൻ ബേജാറാകുമെന്ന്. ആ ബേജാറിൽ വന്നിട്ടാണ് കൊല്ലുന്നത്. റസൂലുള്ള അതാ ഞാൻ പറഞ്ഞ കുല്ലു മുസ്കിരിൻ ഖംറുൻ എന്ന ആ 2 ലഫ്ളുകൾ ലോകം അംഗീകരിച്ചിരുന്നെങ്കിൽ ഈ ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല. അത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം അത് ഇസ്ലാം പറഞ്ഞതല്ലേ. ഇസ്ലാം പറഞ്ഞത് അംഗീകരിക്കാൻ പറ്റുമോ? റസൂൽ പറഞ്ഞതല്ലേ, മുഹമ്മദ് നബി പറഞ്ഞതല്ലേ, ഹദീസല്ലേ. അത് സ്വീകരിക്കാൻ പറ്റില്ല. സ്വീകരിക്കാൻ പറ്റില്ലെങ്കിൽ ഇവൊക്കെ ദുരന്തം പേര് അങ്ങനെ ജീവിച്ച് കാലം കഴിയേണ്ടതും നമ്മുടെ നഫ്സ് കാക്കുക, നമ്മുടെ കുടുംബം കാക്കുക. ഇങ്ങനെ മക്കളെ കൊണ്ട് പൊറുതി മുട്ടി ജുമുഅ ജമാഅത്തിന് വരെ വരാതെ വീട്ടിൽ തളച്ചിടപ്പെട്ടവരായ രക്ഷിതാക്കളെ എനിക്കറിയാം. മോന്തിൽപ്പെട്ട് ചിലക്ക് മോള് പെട്ടതുകൊണ്ട്. ഇതിൽ ആണും പെണ്ണും വ്യത്യാസമൊന്നുമില്ല. ഇതിന്റെ കച്ചവടക്കാർക്ക് ഇതിൽ പൈസ ഉണ്ടാക്കുക, അതിന് ലക്ഷ്യം പണം ഉണ്ടാക്കുക, കോടികൾ ഒറ്റ ദിവസം കൊണ്ട് മറിയാം. അജാതി ഏർപ്പാടാണത്. എങ്ങനെയൊക്കെയാണ് ഇത് ഒളിപ്പിച്ചു വെച്ചത്? ഇപ്പൊ പോലീസിന്റെ പരിശോധനയിൽ അവർ പുറത്തേക്ക് വിടുന്ന വീഡിയോകൾ സത്യമാണെങ്കിൽ ഇതൊരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. അത് സത്യമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കുക. കാരണം പോലീസും ഓഫീസേഴ്സൊക്കെ ഒന്നിങ്ങേറ്റ് ഇവന്റെ ബാത്റൂമിന്റെ ഒരു ടൈൽ ഇങ്ങോട്ട് ഇളക്കുകയാണ്. അപ്പൊ അവിടെ കാണും. കാരണം ഇവർക്ക് ഇതിന്റെ ട്രെയിനിങ് കിട്ടിയ ആൾക്കാരാണല്ലോ ഇതിന് ഈ ദർശാപ്പിലൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മൾ വളരെ ശ്രദ്ധിക്കുക. തന്നെ നമ്മളെ മക്കളെ നമ്മൾ പിടുത്തം വിടാണ്ട് പിടിച്ചു വെക്കുക. ഇത്തരം ദുഷ്ട ചെയ്തികൾ ചെയ്യുന്ന വല്ലവരും മഹല്ലത്തുകളിലോ പരിസരത്തോ ഉണ്ടെങ്കിൽ കൃത്യമായി അവനോട് ആദ്യം പറയാ, ഇതാ നീ ചെയ്യുന്നത് ഇന്ന ഏർപ്പാടാണ്, ഞങ്ങൾക്കറിയാം. അവ ചിലപ്പോൾ നമ്മളെ നേർക്ക് തിരിയും. അതൊക്കെ ശരിയാണ്. ഒരു സമൂഹത്തെ, മനുഷ്യകുലത്തെ നശിപ്പിക്കുന്ന ഈ ഏർപ്പാട് ഞങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിക്കും. അതിന് നമ്മൾ മരിക്കാന്ന് മരിച്ചോട്ടെ. അതല്ല ഷഹീദ് എന്ന് പറയുന്നത്. ഒരു തിന്മയോട് പോരാടിയെങ്കിൽ നമ്മൾ മരിക്കേണ്ടി വന്നാൽ അതന്നെ ഷഹീദ്, രക്തസാക്ഷി എന്ന് പറയുന്നത്. അംറും ബിൽ മഅറൂഫ് വനഹ്യു അനിൽ മുൻകറിന്റെ പട്ടികയിൽ പെട്ടത് തന്നെയാണ് ഈ കാര്യമെന്ന് മനസ്സിലാക്കുക. നമ്മളെ മക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുമാറാവട്ടെ. അത്ര മാത്രമേ പറയാവൂ.